ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആലുട്ടൻസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ചാനല് 1000 സബ്സ്ക്രൈബേഴ്സായി. പ്രതീക്ഷിച്ചില്ല. എന്തായാലും 1000 അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എല്ലാവർക്കും വളരെ നന്ദി. പിന്നെ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. എന്താണെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ഹെഡ്ലൈറ്റ് വാഷ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അത് എനിക്ക് കഴിഞ്ഞ ദിവസമാണ് എനിക്ക് അതിനെപ്പറ്റി മനസ്സിലായത്. അപ്പം ഞാനത് 2 വണ്ടിയുടെ ഒന്ന് കാണിച്ചിടാമെന്ന് വിചാരിച്ച് ഒരു കുഞ്ഞു രീതിയിൽ ചെയ്യാൻ. ഈ മഞ്ഞക്കറ ഇല്ലേ, ഈ മഞ്ഞക്കറ നമുക്ക് പേസ്റ്റ് ഇട്ട് മാറ്റാം. പിന്നെ അതൊന്നും ഇല്ലാതെ ഈ സംഭവം ഉണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി വെള്ളം വന്ന് വാഷ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അത് കാണിച്ചു. ഒന്നും കൂടെ കാണിച്ചേ. ഓക്കെയാണ്. ഈ ഹെഡ്ലൈറ്റിന്റെ ഇതിലോട്ട് ഈ ആരോപണം ഇപ്പൊ ഓഫിലാ കിടക്കണേ. ഇപ്പൊ ഹെഡ്ലൈറ്റിന്റെ ഇതിൽ വന്ന് എന്നിട്ട് നമ്മൾ നോർമൽ വൈപ്പർ ഇടണ പോലെ അല്ലല്ല, വൈപ്പർ ഇടുന്ന പോലെ അല്ല, ഇങ്ങോട്ട് വേറെ ഡയറക്ഷൻ ആണ്. ഇങ്ങോട്ട് എടുത്താൽ മനസ്സിലായി. ഇനി രണ്ടാമത് വന്നെങ്കിൽ ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടെ ആക്കണം. ഈ വണ്ടിയുടെ ഇനി വേറെ വണ്ടി കാണിച്ചു. ഇത് എല്ലാ വണ്ടിക്കും ഇല്ല, കുറച്ച് വണ്ടികൾക്കേ ഉള്ളൂ. ഓക്കെ, പക്ഷെ മറ്റേതിൽ വ്യത്യാസം ഉണ്ടല്ലേ ചെയ്യണത്? എനിക്ക് തോന്നുന്നത് 2 പ്രാവശ്യം ഹോൾഡ് ചെയ്യണം. ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതിന്റെ കഴിഞ്ഞില്ലേ. ഇനി ബാക്കി രണ്ടാമത്തെ മഞ്ഞക്കറ പോകണമെങ്കിൽ പേസ്റ്റ് ഇട്ട് അത് ചെയ്യണമെന്നാ കാണിച്ചാലോ നമുക്ക് അതിന്റെ വ്യത്യാസം വരെ. ഓക്കെ. അപ്പൊ നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ ഇവിടെ കണ്ടോ മഞ്ഞ കളറിൽ ഇരിക്കുന്നുണ്ടോ? തൂത്ത് കാണിക്കട്ടെ. നമ്മുടെ കണ്ടോ വ്യത്യാസം അറിയാൻ പറ്റും. അതിങ്ങനെ പോകെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാകും. അതിപ്പോൾ ഫ്രണ്ടിൽ ഇത് കണ്ടോ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം മഞ്ഞ കളർ കണ്ടോ. അത് നമുക്ക് പേസ്റ്റ് ഇട്ടിട്ട് എങ്ങനെയാണ് കളയണേന്ന് നോക്കാം കേട്ടോ. എല്ലാവരും ചെയ്യുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും കഴിഞ്ഞ ദിവസം നമ്മൾ വെൽഫെയറിൽ ചെയ്തപ്പോൾ ഓക്കെ, നല്ല ക്ലീൻ ആയിരുന്നു. ഇവിടെ ഈ ടെസ്റ്റ് പാസ്സാവണമെങ്കിൽ മഞ്ഞ കളർ പാസ്സാവൂലെന്ന് പറഞ്ഞിട്ട് വാറന്റ് ഓഫ് ഫിറ്റ്നസ് കിട്ടത്തില്ല നമ്മുടെ വണ്ടിക്ക് ഇവിടെ. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ വെൽഫെയറിന്റെ ചെയ്തത്. അപ്പൊ ഇത് നമുക്ക് നോക്കാം. അല്ല പപ്പ ചെയ്തോ. എന്റെ കൈ തണുത്ത് മരവിച്ചിരിക്കുക. കൈ കൊണ്ട് തന്നെയാട്ടോ ചെയ്യണേ. ഇവിടെ നല്ല തണുപ്പാണ്. അതാണ് നന്നായിട്ട് അങ്ങോട്ട് പതപ്പിക്കൊന്നും വേണ്ട. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ സ്പ്രെഡ് ചെയ്താൽ മതി. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇവിടെ ഉള്ളവരാരും വണ്ടിയായിട്ടൊന്നും വരണ്ട, ഞാൻ ചെയ്തു തരികയല്ല. തമാശ അങ്ങനെ നന്നായിട്ട് എല്ലായിടത്തും അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ സൈഡിലൊക്കെ ഇട്ടു, ഇവിടെ കിട്ടും. അപ്പം അങ്ങനെ ഇടുക. ഇനി അത് കഴിയുമ്പോൾ കാണിക്കാം. അപ്പൊ ഇപ്പൊ നമ്മള് പേസ്റ്റ് ഇങ്ങനെ പിടിപ്പിച്ചോണ്ടോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്തു. മൊത്തം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ഇപ്പൊ തന്നെ നമുക്ക് കാണാം ആ മഞ്ഞ കളർ പോയിട്ടുണ്ട് അല്ലേ? മഞ്ഞ കളർ പോയാന്നത് നീ തുടച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നോക്കാം. അല്ല, ഇത് ഇട്ട് കഴിഞ്ഞ ഒരു 2 മിനിറ്റ്, ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് തുറക്കണം അല്ലേ? ഇങ്ങനെ സെറ്റ് കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി. വേറെ സ്ക്രബ് ഒന്നും യൂസ് ചെയ്യണ്ട, ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും. പോയി. പക്ഷെ ഇതിപ്പോ നമ്മൾ ചെറിയ ഒരു മഴയുടെ ഇതുണ്ടായിരുന്നു. അതില്ലാത്ത ടൈമാണെങ്കിൽ ഒന്നും കൂടെ പവർ ആവും അല്ലേ? അല്ലെങ്കിൽ മഴ ഉള്ളതാണോ നല്ലത്? എങ്ങനെ മഴ അതറിയില്ല. അല്ല, ഈ വെള്ളം ഇപ്പൊ മഴ പൊടിഞ്ഞു കിടക്കുകയല്ലേ വണ്ടിയില്ലേ, ആ സമയത്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് നന്നായിട്ട് പോകണത്, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ്. അതെനിക്ക് ഉറപ്പില്ല അത് ഏതാണെന്ന്. ഇതിപ്പോ അത്യാവശ്യം ക്ലീനായി. ഇതിനേലും പവർ ഇനി ഡ്രൈ ആയിട്ട് കിടക്കുമ്പോൾ ചെയ്യണാണെന്നാണ് ഡൗട്ട്. ഇനി അപ്പോഴും ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ.
ആ വന്നു വന്നു. എങ്ങനെയാണ്? ആ വോക്സ് വാഗന്റെ ഇത് ഇങ്ങനെ ഇവിടെയാണ് ഈ സ്വിച്ച്, ഇത് ഇതിലോട്ട് ഇടുക, ഹെഡ്ലൈറ്റ്. ആ മനസ്സിലായില്ലേ? എന്നിട്ട് ഇതെല്ലാം ഓപ്പോസിറ്റ് ആണല്ലേ, ഇവർക്ക് തലതിരിവാണല്ലോ. അപ്പൊ ഇതാണ് വൈപ്പറിന്റെ. ആ അപ്പൊ വൈപ്പർ നേരെ മുകളിലേക്കുള്ള ഡയറക്ഷനിൽ 2 പ്രാവശ്യം ചെയ്യണം അല്ലേ? ഇപ്പൊ ഒന്ന് ഞെക്കിട്ട് വന്നില്ല. അപ്പൊ ഇപ്പൊ വന്നു. ഓക്കെ വന്നു ശരി. ഓക്കെ മനസ്സിലായി. ഇതിന്റെ ഗ്ലാസ് കുഴപ്പമുണ്ടോ? വലിയ കുഴപ്പമില്ല. ഇതിന്റെ ഗ്ലാസ് വലിയ കുഴപ്പമില്ല, അഴുക്കധികം ഇല്ല. അപ്പൊ നമ്മളിപ്പോ ഗ്ലാസ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് ഞാൻ 10-15 വർഷത്തിന് മേലായി വണ്ടി എടുക്കണേ. എനിക്കിത് ഈ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കാണിച്ചൊന്ന് വിടണമെന്ന് തോന്നി, വീഡിയോ ഇടണമെന്ന് തോന്നി. അപ്പോൾ ഇതിപ്പോൾ ഈ വീഡിയോ കാണുന്ന 50 പേരിലൊരു 10 പേർക്കെങ്കിലും അറിയാൻ പാലാത്തവരുണ്ടാവും. അതെ, അപ്പൊ അറിയാവുന്നവരാരും പുച്ഛിക്കണ്ട. അതെ, ഈ സംഭവം ഇതാണ്. ഇത് വണ്ടിയിലുണ്ടോന്ന് നോക്കിയാ മതി. കണ്ടോ? ഓക്കെ. അപ്പം അതിന്റെ പേര് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു കുക്കിംഗ് വീഡിയോ ആയിരിക്കും അടുത്തതെന്ന്. പക്ഷെ അടുത്ത കുക്കിംഗ് വീഡിയോ ആയിരിക്കും അല്ലേ? ശരി. അപ്പൊ എല്ലാരും ചെയ്യണത് തന്നെയല്ലേ പിന്നെ കുക്കിംഗ് ആണ്, ഇതൊക്കെയല്ലേ ഇതുള്ളത്. നമ്മുടെ ട്രിപ്പ് ഒന്നും പോയിട്ടില്ല. അതെ, എല്ലാം പെൻഡിങ്ങിലാണ്. അതെ, തിരക്ക് കുറഞ്ഞ ടൈമിന് ട്രിപ്പൊക്കെ പോയിട്ട് അതും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ബൈ.